ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പ്രഹ്ലാദ സന്ദേശം. ശ്രീല പ്രഭുപാദർ നൽകിയ 6 പ്രഭാഷണങ്ങളുടെ സമാഹാരം. അധ്യായം 1. പ്രിയതമൻ. പരമഭാഗവതനായ ഒരു കൊച്ചുകുട്ടിയുടെ ചരിത്രമാണ് ഇന്നു ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിരീശ്വരവാദത്തെ മുറുകെ പിടിച്ചിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു പ്രഹ്ലാദൻ എന്ന കൊച്ചുകുട്ടിയുടെ ജനനം. ഈ ലോകത്തിൽ പൊതുവെ 2 തരം മനുഷ്യരുണ്ട്. ഇതിൽ ഒരു വിഭാഗത്തെ അസുരന്മാരെന്നും മറുവിഭാഗത്തെ ദേവന്മാരെന്നും വിളിച്ചു വരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം? ദേവന്മാർ ഭഗവത് ഭക്തരും അസുരന്മാർ നാസ്തികരുമാണ്. വിഷയസുഖാസക്തരായ അസുരന്മാർക്ക് ഭഗവാനിൽ വിശ്വാസമില്ല. അനാദികാലം മുതൽക്കു തന്നെ പ്രപഞ്ചത്തിൽ ദേവന്മാരെന്നും അസുരന്മാരെന്നും വിളിക്കപ്പെടുന്ന 2 വർഗം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നു നാം ജീവിക്കുന്ന കലിയുഗത്തിൽ അസുരന്മാരുടെ എണ്ണം ക്രമാതീതമായി പെരുകിയിരിക്കുകയാണെന്നു മാത്രം. വളരെ പണ്ട്, അതായത് പ്രപഞ്ച സൃഷ്ടിക്കു ശേഷം ഏതാനും സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടപ്പോൾ നടന്ന ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. അങ്ങേയറ്റത്തെ നാസ്തികനും അതേസമയം വളരെ ധനികനും പ്രഭാവശാലിയുമായ ഒരു വ്യക്തിയുടെ മകനായിട്ടാണ് പ്രഹ്ലാദ മഹാരാജാവിൻ്റെ ജനനം. അതിനാൽ ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുണ്ടായിരിക്കാം. ഭൗതികതയിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ പ്രഹ്ലാദന് പരമപുരുഷനായ ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ അപദാനങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിക്കാനുള്ള ഉത്സുകത സ്വാഭാവികമായും ഒരു മഹാത്മാവിനുണ്ടായിരിക്കും. യേശുക്രിസ്തു ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. ഈശ്വരൻ്റെ മാഹാത്മ്യത്തെ പ്രചരിപ്പിക്കുന്നതിൽ വളരെയേറെ തത്പരനായിരുന്നു അദ്ദേഹം. എന്നാൽ യേശുവിൻ്റെ ദൗത്യം ശരിയായി മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആസുരിക സ്വഭാവികൾ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. 5 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന പ്രഹ്ലാദൻ ഗുരുകുലത്തിലായിരുന്നപ്പോൾ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ കിട്ടുന്ന ഒഴിവ് വേളകളിൽ വരൂ കൂട്ടുകാരെ, നമുക്ക് കൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാം എന്നു പറഞ്ഞ് സുഹൃത്തുക്കളെ ക്ഷണിക്കുമായിരുന്നു. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായം ആരംഭിക്കുന്നതിങ്ങനെയാണ്. ഭക്തനായ പ്രഹ്ലാദൻ കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്നു: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ശൈശവകാലം കൃഷ്ണാവബോധം പരിശീലിക്കാനുള്ള സമയമാണ്. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ കളിക്കണം. എന്തിനാണിതിനിടയിൽ കൃഷ്ണാവബോധത്തെയൊക്കെ കൊണ്ടുവരുന്നത്? ഇതിനുത്തരമായി പ്രഹ്ലാദൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ബുദ്ധിമാന്മാരാണെങ്കിൽ കുട്ടിക്കാലത്തു തന്നെ കൃഷ്ണാവബോധം പരിശീലിക്കാൻ തുടങ്ങണം. ഭാഗവതധർമ്മം അഥവാ ഭഗവാനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിജ്ഞാനമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം. ഭാഗവതം എന്നാൽ ഭഗവാനെ സംബന്ധിച്ചതെന്നാണ് അർത്ഥം. ധർമ്മം എന്നാൽ കൃഷ്ണാവബോധത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള ചിട്ടപ്പെടുത്തിയ തത്വങ്ങൾ എന്നർത്ഥം. മനുഷ്യജന്മം ലഭിക്കുക എന്നത് വളരെ വിരളമായി മാത്രം കിട്ടുന്ന ഒരവസരമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കു കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം
താത്കാലികമെങ്കിലും ആത്മസാക്ഷാത്കാര ലബ്ധിക്ക് ഉതകുമെന്നതിനാൽ വളരെ വിലപിടിച്ചതാണ്. ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കരുത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യായുസ്സ് 100 വർഷം പോലും എത്തുന്നില്ല. നമ്മുടെ ജീവിത ദൈർഘ്യം എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ കലിയുഗം മുന്നേറുന്നതിനോടൊപ്പം ജീവിത ദൈർഘ്യം, ഓർമ്മശക്തി, ദയ, ഈശ്വരവിശ്വാസം, ഇതുപോലുള്ള മറ്റു ഗുണങ്ങൾ ഇവയെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഈ ജന്മത്തിൽ തന്നെ നമുക്കേറ്റവും ഉന്നതമായ പൂർണ്ണത കൈവരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് മനുഷ്യജന്മത്തിനു മാത്രം ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്? കാരണം സർവവ്യാപിയായ പരമപ്രഭുവിനെ കുറിച്ചറിയാനുള്ള ഒരവസരമാണിത് എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം. മറ്റൊരു ജന്മത്തിലും ഇതു സാധ്യമല്ല. ബോധത്തിൻ്റെ ക്രമാനുഗതമായ പരിണാമ പ്രക്രിയയിലൂടെ നാം ഈ മനുഷ്യജന്മത്തിൻ്റെ തലത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു സുവർണാവസരമാണ്. ആധ്യാത്മികോന്നമനത്തിനും തദ്വാര ഭഗവത് ധാമത്തിലേക്കു മടങ്ങിപ്പോകുന്നതിനും വേണ്ടിയാണ് പ്രകൃതി ഈ മനുഷ്യ ശരീരം നൽകിയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വിഷ്ണുവാണ്. മറ്റൊരു ശ്ലോകത്തിൽ പ്രഹ്ലാദൻ ഇപ്രകാരം പറയുന്നു: ലൗകിക സുഖങ്ങളിൽ ഭ്രമിച്ചവശരായ ആളുകൾക്ക് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്നറിയില്ല. എന്താണിതിനു കാരണം? അവർ ഭഗവാന്റെ ബാഹ്യശക്തിയുടെ ശോഭയിൽ മാത്രം ആകൃഷ്ടരായി തീർന്നവരാണ്. തങ്ങൾ ആത്മീയ ശക്തിയാണെന്ന വസ്തുത ജനങ്ങൾ മറന്നുപോയിരിക്കുന്നു. കാര്യം പിന്നീട് കൂടുതൽ വിശദമായി വിവരിക്കാം. ഇവിടെ വീണ്ടും പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നു: അന്തിമലക്ഷ്യമായ പൂർണ്ണതയെ അഥവാ വിഷ്ണുവിനെ അറിയാനുള്ള ഒരേയൊരു അവസരമാണ് ഈ മനുഷ്യജന്മം. വിഷ്ണുവിനെ അഥവാ ദൈവത്തെ അറിയാൻ നാം എന്തിനാണ് ഔത്സുക്യം കാണിക്കുന്നത്, ഉത്കണ്ഠപ്പെടേണ്ടത്? ഇതിനുള്ള കാരണവും പ്രഹ്ലാദൻ വിശദമാക്കുന്നു. നമുക്കേറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് ഭഗവാൻ. പക്ഷേ അതുതന്നെയാണ് നാം മറന്നിരിക്കുന്നതും. നമ്മളെല്ലാവരും ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിക്കുള്ള അന്വേഷണം നടത്താത്തവരായി ആരുമുണ്ടായിരിക്കുകയില്ല. ഒരു പുരുഷൻ സ്ത്രീയിലും സ്ത്രീ പുരുഷനിലും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ തേടുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പുരുഷൻ പുരുഷനിൽ തന്നെയും തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ സഹായിക്കുന്ന ഒരാത്മാർത്ഥ സുഹൃത്തിൻ്റെ സഹകരണം നാം എല്ലാം ആഗ്രഹിക്കുന്നു എന്നതാണിതിന് കാരണം. നിലനിൽപ്പിനു വേണ്ടിയുള്ള നമ്മുടെ സമരത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഭാഗമാണിത്. പക്ഷേ പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവാണ് നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനെന്നും നാം അറിയുന്നില്ല. എല്ലാവരും ഉറ്റ സുഹൃത്തിനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട തോഴൻ എന്നു നാം അറിയുന്നില്ല. ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവരെല്ലാം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഈ സുന്ദരമായ ശ്ലോകം കണ്ടിരിക്കും. നിങ്ങൾ പരമപ്രഭുവായ കൃഷ്ണനുമായി സൗഹൃദത്തിലാവുകയാണെങ്കിൽ ഈ ലോകത്തിലും ഇതര ലോകങ്ങളിലും നിലനിൽക്കുന്ന എല്ലാം കൃഷ്ണൻ്റെ സ്വത്താണ് എന്ന യാഥാർത്ഥ്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും സുഖഭോക്താവും അദ്ദേഹമാണ്. എന്തിനാണ് നിങ്ങൾ തപസ്സനുഷ്ഠിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? എല്ലാ പദ്ധതികളും
പരമപ്രഭുവിനെ പ്രസാദിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനുമല്ല. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടും ധാർമ്മികമായ ജീവിതാനുഷ്ഠാനം കൊണ്ടും പരമപ്രഭു സന്തുഷ്ടനായി തീരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊരു പക്ഷേ ഭൗതിക സുഖമോ ആത്മീയ സുഖമോ ആയിരിക്കും. ഈ ലോകത്തിലെ ജീവിതമോ മറ്റേതെങ്കിലും ലോകത്തിലെ ജീവിതമോ ആയിരിക്കും. ഒരു മനുഷ്യനായി തീരാനോ ഒരു പുലിയായി തീരാനോ ആയിരിക്കും. ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും അത് ലഭിക്കുന്നു. അതിനാൽ അദ്ദേഹമാണ് എല്ലാവരുടെയും ആത്മാർത്ഥ സുഹൃത്ത്. അദ്ദേഹത്തിൽ നിന്നു എന്താഗ്രഹിച്ചാലും അത് ലഭിക്കുന്നു. പക്ഷേ ഒരു ബുദ്ധിമാൻ ഒരിക്കലും ഭൗതികതയാൽ മലീമസമാക്കപ്പെട്ട ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ആയുർദൈർഘ്യമുള്ള ബ്രഹ്മലോകത്തിലേക്ക് ഒരാൾക്ക് സ്വയം ഉയരാൻ കഴിയുമെന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. അവിടുത്തെ ജീവിത ദൈർഘ്യം നമുക്കൊരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. എല്ലാ കണക്കുകളും അവിടെ അപ്രായോഗികമാകും. ഭഗവത്ഗീതയിൽ പറയുന്നതനുസരിച്ച് ബ്രഹ്മാവിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം പൂർത്തിയാകുന്നത് 3456 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണെന്ന് കൃഷ്ണൻ പറയുന്നു. ഒരു ഉറുമ്പിൻ്റെ സ്ഥാനം മുതൽ ബ്രഹ്മപദം വരെ ഏതു പദവി വേണോ അതു നിങ്ങൾക്കു ലഭിക്കും. പക്ഷേ ഏതു നിലയിലായാലും ജനനവും മരണവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഏതെങ്കിലും രീതിയിൽ കൃഷ്ണാവബോധത്തോടുകൂടി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് എന്നിലേക്ക് വരികയാണെങ്കിൽ പിന്നീടൊരിക്കലും നിങ്ങൾക്ക് ദുരിതപൂർണമായ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയും അടുത്ത സുഹൃത്തുമായ കൃഷ്ണനെ, പരമപ്രഭുവായ ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതിലൂടെ പ്രഹ്ലാദ മഹാരാജാവും ഇതേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാൻ ഏവരുടെയും ഉത്തമ സുഹൃത്താകുന്നത്? നാമെല്ലാം ഈശ്വരൻ്റെ അംശങ്ങളാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും ഈശ്വരൻ നമുക്ക് പ്രിയപ്പെട്ടവനാകുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്താണ്? എന്നെങ്കിലും ഇങ്ങനെയൊരു വിശകലനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നിങ്ങൾ തന്നെയാണ്. നാമെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ അഗ്നിബാധയുണ്ടാവുകയാണെങ്കിൽ ആദ്യം സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കും. എനിക്കെങ്ങനെ രക്ഷപ്പെടാം? നമ്മുടെ സുഹൃത്തുക്കളെയും കുട്ടികളെയും പോലും മറന്നിട്ട് ആദ്യം താൻ രക്ഷപ്പെടട്ടെ എന്നു ചിന്തിക്കുന്നു. സ്വയം രക്ഷയാണ് പ്രഥമമായ പ്രകൃതി നിയമം. ഏറ്റവും സുലഭമായ അർത്ഥത്തിൽ ആത്മാവ് എന്നാൽ ശരീരം തന്നെയാണ്. കുറച്ചുകൂടി ഗഹനമായ അർത്ഥത്തിൽ ആത്മാവ് എന്നാൽ മനസ്സാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവ് എന്നതിൻ്റെ അർത്ഥം ആത്മാവ് എന്നു തന്നെയാണ്. പ്രാകൃതമായ അവസ്ഥയിൽ നാം ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ മാത്രം തത്പരരാണ്. കുറച്ചുകൂടി പുരോഗമിക്കുമ്പോൾ മനസ്സിൻ്റെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ഈ മാനസികവും ഭൗതികവുമായ തലത്തിനുപരിയായ ആത്മീയ തലത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ ഈ മനസ്സും ശരീരവുമല്ല. അഹം ബ്രഹ്മാസ്മി, ഞാൻ പരമപ്രഭുവിൻ്റെ വിഭിന്നാംശമാണ് എന്ന്. ഇതാണ് യഥാർത്ഥ വിവേകമുദിക്കുന്ന തലം. എല്ലാവരുടെയും ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷി വിഷ്ണുവാണെന്നു പ്രഹ്ലാദൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നാം എല്ലാം അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു കുഞ്ഞ് കരയുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൻ അമ്മയെ കാണാൻ കൊതിക്കുന്നു. പക്ഷേ
ഈ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള ഭാഷ കുഞ്ഞിനറിയില്ല. കുഞ്ഞ് ജനിക്കുന്നത് അമ്മയുടെ ഗർഭത്തിൽ നിന്നാണല്ലോ. അമ്മയുമായി, അമ്മയുടെ ശരീരവുമായി കുഞ്ഞിന് ഒരാത്മബന്ധമുണ്ട്. മറ്റൊരു സ്ത്രീയെയും കുട്ടി ഇഷ്ടപ്പെടുന്നില്ല. കരയുന്ന കുട്ടിയെ അമ്മ വന്ന് എടുക്കുമ്പോൾ അവൻ ശാന്തനും സംതൃപ്തനുമാകുന്നു. അമ്മയെ കാണണമെന്ന ആഗ്രഹം കുഞ്ഞിന് പറയാൻ അറിയില്ലെങ്കിലും അതാണു കുഞ്ഞിന് ആവശ്യമെന്നറിയാൻ ബുദ്ധിമുട്ടില്ല. ഇതുപോലെ തന്നെയാണ് നാം ശരീരത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും. ഇതാണ് സ്വയം സംരക്ഷണം. ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം പ്രകൃതി നിയമമായിരിക്കുന്നത് പോലെ തന്നെ ഇതും ജീവസത്തയെ സംബന്ധിക്കുന്ന ഒരു പ്രകൃതി നിയമമാണ്. ഞാൻ എൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനു കാരണം അതിനുള്ളിൽ ആത്മാവുണ്ട് എന്നതുകൊണ്ടാണ്. എന്താണ് ഈ ആത്മാവ്? ആത്മാവ് പരമപ്രഭുവിൻ്റെ വിഭിന്നാംശമാണ്. ശരീരത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് നമ്മുടെ കൈയും വിരലുകളും സംരക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ഇതുപോലെ തന്നെ നാം സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പരമപ്രഭുവിൻ്റെ അംശമായ ആത്മാവിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഭഗവാനോ ഭഗവദംശത്തിനോ സംരക്ഷണം ആവശ്യമില്ല. ഭഗവാനോട് നമുക്കുള്ള സ്നേഹപ്രകടനമാണ് ഈ പ്രവണത. കൈയും വിരലും മുഴുവൻ ശരീരത്തിൻ്റെയും ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാനുള്ളതാണ്. എൻ്റെ കൈ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിവിടെ എത്തുന്നു. എൻ്റെ കൈകൾ കൊണ്ട് ഒരു മൃദംഗം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഉടനെ തന്നെ വിരലുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് സ്വാഭാവികമായ അവസ്ഥയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ശക്തിയെ പരമവുമായി സുദൃഢം കൂട്ടിച്ചേർക്കുന്നതിനു വേണ്ടി നാം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മായയുടെ വശീകരണത്തിനു കീഴ്പ്പെട്ടതുകൊണ്ട് ഇതു നാം അറിയുന്നില്ലെന്നു മാത്രം. ഇതാണ് നമ്മുടെ കുഴപ്പം. മനുഷ്യജീവിതം നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരവസരമാണ്. കൃഷ്ണാവബോധത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കാരണം നാമെല്ലാം മനുഷ്യരാണ് എന്നുള്ളതാണ്. ശ്വാന മാർജരാദി മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മനുഷ്യർക്ക് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാൻ കഴിയും. ഈ അവസരം വിനിയോഗിക്കാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ്. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, എല്ലാവരുടെയും ഉറ്റതോഴൻ ഭഗവാനാണ്. നാം ദൈവത്തെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളോ? ഇതിനും പ്രഹ്ലാദന് മറുപടിയുണ്ട്. ഇന്ദ്രിയ തൃപ്തിക്കു വേണ്ടി കഠിനമായി പ്രവർത്തിക്കേണ്ടതില്ല. ശരീരമുണ്ടായാൽ ഇന്ദ്രിയ തൃപ്തിയും സ്വാഭാവികമായി ഉണ്ടാകും. പന്നിക്ക് അതിൻ്റേതായ ശരീരപ്രകൃതിയുണ്ട്. അത് ഇന്ദ്രിയ തൃപ്തി കൈവരിക്കുന്നത് നമ്മിൽ വെറുപ്പുളവാക്കുന്ന അമേധ്യം ഭക്ഷിക്കുന്നതിലൂടെയാണ്. വിസർജനത്തിനു ശേഷം ദുർഗന്ധത്തിൽ നിന്നും മുക്തരാകാൻ വേണ്ടി നാം കഴിവതും വേഗം സ്ഥലം വിടുന്നു. പന്നി ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ വിസർജിച്ചു കഴിഞ്ഞാലുടൻ അവൻ ആസ്വദിക്കാൻ തുടങ്ങും. മറ്റു മൃഗങ്ങളൊന്നും ഇതിൽ ആകൃഷ്ടരായി തീരുന്നില്ല. കാരണം ഓരോ ജന്തുവും സംതൃപ്തി അന്വേഷിക്കുന്ന രീതി അതിൻ്റെ ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ ശരീരങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലാണ് ഇന്ദ്രിയ തൃപ്തി ലഭ്യമാകുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രഹ്ലാദൻ പറയുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ദ്രിയ തൃപ്തി ലഭ്യമാകുന്നത് ഓരോരുത്തരുടെയും പ്രത്യേക ശരീരപ്രകൃതി അനുസരിച്ചാണ്. ഭൗതിക ശരീരമുള്ള
എല്ലാ പേർക്കും ഇന്ദ്രിയ തൃപ്തി കിട്ടുന്നു. അമേധ്യം ഭക്ഷിക്കുന്ന പന്നികൾ അസന്തുഷ്ടരാണെന്നു കരുതേണ്ട. അവ കൂടുതൽ തടിച്ചു കൊഴുത്തു വരുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ട് പന്നികളും വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ ഒരു പന്നിക്ക് ഇന്ദ്രിയ തൃപ്തി കൈവരിക്കാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന് ആയിക്കൂടാ? പക്ഷേ അത് നമ്മുടെ നേട്ടമല്ല, അത് പ്രകൃതിയാൽ നൽകപ്പെട്ടതാണ്. ഭഗവാന്റെ മേൽനോട്ടത്തിൻ കീഴിൽ പ്രകൃതി ജീവികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പന്നിയുടെയും നായയുടെയും തുടങ്ങി വ്യത്യസ്ത ശരീരങ്ങൾ നൽകുന്നു. പ്രകൃതി നിയമമനുസരിച്ച് ഓരോ ജീവിക്കും ചില സൗകര്യങ്ങളെല്ലാം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് മനുഷ്യൻ ഭ്രാന്തു പിടിച്ച് ഇതിനു പുറകെ ഓടുന്നത്? എല്ലാ ജീവജാലങ്ങളുടെയും ശാരീരിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി പ്രകൃതിയുടെ ക്രമീകരണങ്ങളുണ്ട്. ദുരിതത്തിനു വേണ്ടിയുള്ള സജ്ജീകരണമുള്ളതുപോലെ തന്നെ തൃപ്തിക്കു വേണ്ടിയും ഇവിടെ സജ്ജീകരണമുണ്ട്. നിങ്ങൾക്ക് അസുഖം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അസുഖം വരുന്നു? അറിയില്ല. പക്ഷേ എന്തൊക്കെയായാലും അസുഖം വരുന്നില്ലേ? നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത് വരുന്നു? പ്രകൃതിയാൽ തന്നെ വരുന്നു. ഇതാണ് ഒരേ ഒരു ഉത്തരം. ദുരിതങ്ങൾ പ്രകൃത്യാ തന്നെ വരുന്നത് പോലെ സന്തോഷങ്ങളും പ്രകൃത്യാ തന്നെ വരുന്നു. ഇതിനെക്കുറിച്ച് ഒരിക്കലും വ്യാകുലപ്പെടരുത്. അതാണ് പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ നിർദ്ദേശം. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരു പ്രയത്നവും കൂടാതെ ദുരിതങ്ങൾ വരുന്നു എങ്കിൽ അതുപോലെ തന്നെ ഒരു ശ്രമവും കൂടാതെ സന്തോഷവും വരും. അപ്പോൾ എന്താണ് മനുഷ്യരൂപത്തിലുള്ള ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? നിങ്ങൾ കൃഷ്ണാവബോധം വളർത്തിയെടുക്കണം. മറ്റു കാര്യങ്ങളെല്ലാം പ്രകൃതി നിയമത്തിലൂടെയോ ദൈവനിയോഗത്തിലൂടെയോ നേടുവാൻ കഴിയും. ഞാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഭൂതകാല പ്രവർത്തനങ്ങളുടെയും പ്രത്യേക ശരീരപ്രകൃതിയുടെയും അടിസ്ഥാനത്തിൽ എനിക്കു കിട്ടേണ്ടതൊക്കെ കിട്ടിയിരിക്കും. എല്ലാ ഘട്ടത്തിലും എല്ലാ ജീവിത രൂപങ്ങളിലും ഇന്ദ്രിയ തൃപ്തിക്കു വേണ്ട സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ദുരിതങ്ങൾക്കു വേണ്ടി ശ്രമിക്കാത്തതുപോലെ തന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായാണ് സന്തോഷവും കൈവരുന്നത്. അതുകൊണ്ടുതന്നെ നിങ്ങൾ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് മനുഷ്യജീവിതത്തിലെ മഹോത്തമ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തെയാണ്. ഹരേ കൃഷ്ണ.